ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാർ, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു ചെറിയ ടിപ്പാണ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. അതിനു മുമ്പ് എനിക്ക് 2-3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. എൻ്റെ നോട്ട്സ് കുറേയധികം അൺഅക്കാഡമി എന്ന് പറയുന്ന ആപ്പിൽ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അൺഅക്കാഡമി എന്ന് പറയുന്നത് സുമി രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഫോളോ ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് PSC AM ലേണിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുങ്ങല്ലൂരും തൃപ്രയാറിനും ഇടയ്ക്ക് മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൈവേ തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് ചേരുക കേട്ടോ. അപ്പോൾ 1-2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ ആ ഭാഗങ്ങളിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അണ്ടർലൈൻഡ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വന്ന് ചേരുക. ഇനി ഈ വീഡിയോ, അതായത് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ണൂർ ധർമ്മടത്തുള്ള ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. നല്ല സുന്ദരിക്കുട്ടി, കുഞ്ഞു വാവയ്ക്കാണ്. പേര് ജന്ന. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. അതിൽ ഞാൻ എഴുതി കാണിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ 2 പേരെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് റോബർട്ട് ബോയിൽ, പിന്നെ ലവോസിയെ. അവരുമായി ബന്ധപ്പെട്ട കുഞ്ഞു കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം റോബർട്ട് ബോയിലിനെയാണ് കാണാൻ പോകുന്നത്. നമുക്കറിയാം, രസതന്ത്രത്തിൻ്റെ പിതാവാണ് റോബർട്ട് ബോയിൽ. അതോടൊപ്പം തന്നെ മൂലകങ്ങൾക്ക് പേര് നൽകിയതും, മൂലകത്തിനൊരു നിർവചനം, അതായത് എലമെൻറ്റിന് പേര് നൽകിയതും, അതിനൊരു നിർവചനം ഏർപ്പെടുത്തിയത് നമ്മുടെ ആരാണ്? റോബർട്ട് ബോയിലാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ലവോസിയാണ്. അതായത് അദ്ദേഹം ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലവോസിയുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ വീഡിയോ പറയുമ്പോൾ വഴിയേ കാണും. ഓക്കെ ആണല്ലോ. അപ്പോൾ റെഡിയാണ്, നമുക്കൊരു യാത്ര പോകാം കേട്ടോ. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് റോബർട്ട് ബോയിലിനെയാണ്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, മൂലകങ്ങൾക്ക് പേര് നിർവചിച്ചത്, മൂലകങ്ങൾക്ക് നിർവചനം നൽകിയത്, ഇതൊക്കെ ആരാണ്? റോബർട്ട് ബോയിലാണ്. കണ്ടോ, നിങ്ങളൊരു കുഞ്ഞു വീട് കാണുന്നുണ്ടല്ലോ അല്ലേ? വീടിന് വാതിൽ വയ്ക്കാം അല്ലേ? അപ്പോൾ റോബർട്ട് ബോയിൽ ആണ് എന്താ പറഞ്ഞത്? രസതന്ത്രത്തിൻ്റെ പിതാവ്, മൂലകങ്ങൾക്ക് പേര് നിർദ്ദേശിച്ച്, മൂലകങ്ങൾക്ക് നിർവചനം നൽകിയത്, ഇതൊക്കെ റോബർട്ട് ബോയിലാണ്. പുള്ളി കണ്ടോ, ഒരു പാത്രം കണ്ടോ, മുറ്റത്തൊരു പാത്രത്തിൽ നിന്ന് എന്തോ ഇളക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്തോ പുകയൊക്കെ പോകുന്നുണ്ടല്ലോ നിങ്ങൾ. ഈ പുള്ളി ഇളക്കുന്നത് മൂലകങ്ങളാണ് കേട്ടോ. അപ്പം മൂലകം ഇളക്കുകയാണ് ആര്? നമ്മുടെ റോബർട്ട് ബോയിൽ. അങ്ങനെ ഉണ്ടോ, ഇളക്കുമ്പോൾ ഉണ്ട് കൈ അങ്ങോട്ട് പൊള്ളിയില്ലേ? കൈ പൊള്ളുമ്പോൾ നമ്മളെന്താ സ്വാഭാവികമായിട്ട് എന്താ, ജോലിക്ക് പോകണവരാണെങ്കിൽ ലീവ് എടുക്കൂലേ? അപ്പം നമ്മുടെ റോബർട്ട് ബോയിൽ ലീവ് എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ രസതന്ത്രത്തിൻ്റെ പിതാവായിരുന്നേ പുള്ളി. അപ്പം അങ്ങനെയാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ലവോസിയെ കാണുന്നത്. കണ്ടോ, ലവോസിയയുടെ വീടാണിത്. കുറച്ച് ആ വീടിനേക്കാളൊക്കെ നല്ല വീടാണ് ലവോസിയയുടെ വീട്. അപ്പം ലവോസിയ കയ്യിൽ എന്താണ്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലവോസിയനെ പുതിയ അപ്പോയിൻമെൻ്റ് ആണ് ലവോസിയെ നമുക്കൊന്ന് പരിചയപ്പെടണം. അപ്പം നമുക്ക് ലവോസിയയുടെ വീട്ടിലേക്ക് പോകാം. എല്ലാവരും റെഡിയാണല്ലോ എൻ്റെ കൂടെ വരാനായിട്ട്? നമുക്കൊരു ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചിട്ട് പോകാം ലവോസിയയുടെ വീട്ടിൽ. അപ്പം ഞാൻ പറയുന്നത് ഇമാജിൻ ചെയ്യാട്ടോ, ഒന്ന് കണ്ണടച്ചിട്ട് ഇമാജിൻ ചെയ്യണേ. ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ വിളിച്ച് ലവോസിയുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് പോവുകയാണ്. കെമിസ്ട്രി എന്ന് പറയുന്നു. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ലവോസിയെ ക്ഷണിച്ചിട്ടാണ് പോകുന്നത്. ലവോസിയുടെ 2 പേരക്കുട്ടികളുണ്ട്. ആ പേരക്കുട്ടികളുടെ പേര് വിളിയാണ് ഇന്ന് അല്ലേ? നെയിമിങ് സെറിമണിയാണ്. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ ഓട്ടോറിക്ഷ നിന്നപ്പോൾ ഒരു പഴയ ഓടുവീടാണ് അല്ലേ? നിങ്ങൾ കണ്ട പോലെ ഒരു ഓടുവീടാണ്. അപ്പോൾ ലവോസിയ മുറ്റത്ത് നിന്നിട്ട് ഒരു ത്രാസുണ്ട് പുള്ളിയുടെ കയ്യിൽ. ആ ത്രാസിൽ ഓരോന്ന് തൂക്കിയിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വലിച്ചെറിയുന്നുണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ അല്ലേ? ആക്രി കച്ചവടമാണെന്ന് നമുക്ക് പെട്ടെന്നൊരു നോട്ടത്തിൽ നോക്കിയാൽ തോന്നും. അപ്പോൾ എന്താണ്? കയ്യിലൊരു ത്രാസാണ് കാണുന്നതല്ലേ നിങ്ങൾ? അപ്പോൾ ലവോസിയ രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം, അതായത് രസതന്ത്രത്തിൽ അളവ് തൂക്ക സമ്പ്രദായം ആരാണ്? നമ്മുടെ
ലവോസിയാണ് അല്ലേ. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? അതായത് നമ്മുടെ റോബർട്ട് ബോയിലിന് ശേഷം ആരാണ് ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരറിയപ്പെടുന്നത്? ലവോസിയാണ്. പുള്ളിയാണ് അളന്നു തൂക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അളന്നു തൂക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത്. അപ്പോൾ ഈ ത്രാസിൽ മൂലകങ്ങളും അലോഹങ്ങളുമായിരുന്നു. മൂലകങ്ങൾ എന്താണ് അലോഹങ്ങളെന്നും ലോഹങ്ങളെന്നും വേർതിരിച്ചത് നമ്മുടെ ലവോസിയാണ്. ഓക്കെ ആണോ? ഇനി ഞാൻ പറഞ്ഞില്ലേ, ലവോസി നമ്മളെ ക്ഷണിച്ചിട്ടാണ് പോകണത് അല്ലേ. നമ്മളൊരു സദ്യക്ക് വേണ്ടിയിട്ടാണ്, സദ്യ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. ആ 2 പിള്ളേരെ കണ്ടില്ലേ നിങ്ങൾ? ഈ 2 പിള്ളേരെയും പേര് വിളിയാണ്. അപ്പോൾ അച്ചാച്ചാ എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ് ലവോസിയുടെ അടുത്തേക്ക്. ഈ പിള്ളേരെ പേര് വിളിയാണ്. പിള്ളേരെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു ഇതാണ് ഹൈഡ്രജൻ, ഇതാണ് ഓക്സിജൻ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും പേരിട്ടത് ആരാണ്? ലവോസിയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഓടുവീട് കാണുന്നു. വീടിൻ്റെ മുറ്റത്ത് ലവോസി ഒരു ത്രാസായിട്ട് നിൽക്കുന്ന രസതന്ത്രത്തിൽ അളവ് തൂക്ക് സമ്പ്രദായം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നത് ലോഹങ്ങളും അലോഹങ്ങളും. അപ്പോൾ 2 പിള്ളേരുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ആരാണ്? ലവോസിയാണ്. ഓക്കെ. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നെയിമിങ് സെറിമണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ചില ആൾക്കാരുടെ സ്വഭാവം ഉണ്ട്, ചില വീട്ടിലേക്ക് പോകുമ്പോഴേ, വിരുന്നിനൊക്കെ പോകുമ്പോൾ എന്താണ്, പുറത്ത് വല്ല ചെടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പ് മുറിച്ച് തരുമോ എന്ന് ചോദിക്കും അല്ലേ. അതായത് ഇതിൻ്റെ ഒരു കഷ്ണം മുറിച്ച് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്, ഞാനങ്ങനെയല്ല കേട്ടോ, നിങ്ങളങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ലവോസി പറയേ ചെടിയൊക്കെയാണ് ലവോസിയെ വളർത്തുന്നുണ്ട്. അപ്പോൾ ലവോസി പറഞ്ഞു ഈ ചെടിക്കൊരു പ്രത്യേകതയുണ്ട് കൂട്ടുകാരെ. എന്താണ് ഈ പ്രത്യേകത? അതായത് ഈ ചെടി പുറത്ത് വിടുന്ന ഓക്സിജൻ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു. കണ്ടെത്തിയതാരാ? നമ്മുടെ ലവോസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയാം. ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ആർക്കു ശേഷം? റോബർട്ട് ബോയിലിന് ശേഷം. പുള്ളി കൈ പൊള്ളി പോയതല്ലേ മൂലകങ്ങളൊക്കെ ഇട്ട് ഇളക്കിയിട്ട്. ഇനി അളവ് തൂക്ക സമ്പ്രദായം കണ്ടുപിടിച്ചത് ആരാ? നമ്മുടെ ലവോസിയെ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയതാരാ? അതും ലവോസിയെ. 2 പേരക്കുട്ടികളായിരുന്നു അല്ലേ. മൂലകങ്ങളെ ലോഹങ്ങളെന്ന് അലോഹങ്ങളെന്ന്. പിന്നെ സസ്യങ്ങൾ പുറന്തള്ളപ്പെടുന്ന ഓക്സിജൻ അന്തരീക്ഷം ശുദ്ധീകരിക്കുമെന്ന് കണ്ടെത്തിയത് ആരാ? നമ്മുടെ ലവോസിയെ. കണ്ടാ പൂ കണ്ടില്ലേ? ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി വേറൊരു കുഞ്ഞു കാര്യമുണ്ടേ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡാ ജലം, നൈട്രസ് ഓക്സൈഡ്, ഓക്സിജൻ, ഇത് 3 കണ്ടുപിടിച്ചത് നമ്മുടെ ജോസഫ് ഏട്ടനാണ്, ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. അതായത് ഇത് ഓർത്ത് വെക്കാനായിട്ടൊരു സംഭവം. സോഡാജലം ആര്? നമ്മുടെ ജോസഫ് ഏട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആരും തമാശ പറഞ്ഞു. ആ തമാശ കേട്ടിട്ടേ ചിരിച്ച് എന്ത് ചെയ്തു? ഓക്സിജൻ കിട്ടാണ്ട് ജോസഫ് ഏട്ടൻ വടിയായി പോവുകയാണ്, മരിച്ചു പോവാണ് കേട്ടോ. ഭയങ്കര അക്രമമായി പോയല്ലേ. നിങ്ങളങ്ങനെ ചിരിക്കരുത് കേട്ടോ. ബോധമൊന്നും ഇല്ലാണ്ട് ചിരിക്കരുത്. അപ്പോൾ സോഡാജലം കുടിച്ചിട്ട് എന്താണ് ഓക്സിജൻ ചിരിച്ചെന്ന് വെച്ചാൽ നൈട്രസ് ഓക്സൈഡ് ചിരിവാതകമാണ് അല്ലേ. ചിരിച്ച് ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചു പോകുന്ന ആര്? ജോസഫ് പ്രീസ്ലി കേട്ടോ. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതായത് പുകയിലൊക്കെ എന്താണ്, അതായത് ഒരു വണ്ടി പോവാണ്, ഭയങ്കര പുക, നമ്മൾ പറക്കും തെളിക സിനിമയില്ലേ, ദിലീപിൻ്റെ കുറേ അധികം ചിരിക്കാനുള്ള പടമല്ലേ. ബസ് പോകുമ്പോൾ മണവാളച്ചക്കനൊക്കെ കറുത്തു പോകും അല്ലേ, ബ്ലാക്കായി പോകും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ച ആൾക്ക് ഇതാ പറ്റിയത്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ച ആൾ ആരാണ്? അതും ഒരു ജോസഫ് ഏട്ടൻ തന്നെയാണ്. ജോസഫ് ബ്ലാക്ക്, കറുത്തുപോയി കേട്ടോ. ദെൻ ഹൈഡ്രജൻ്റെ അർത്ഥേ ഹൈഡ്രേജനസ് എന്നാണ്. ഇറ്റ്സ് ഒറിജിൻ ഫ്രം ദ വേർഡ് ഹൈഡ്രേജനസ് മീൻസ് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്ന, വാട്ടർ പ്രൊഡ്യൂസിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹൈഡ്രജൻ നമ്മൾ സാധാരണ ഇപ്പം നമുക്കറിയാം, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ജലം ഉൽപ്പാദിപ്പിക്കുന്ന. നമ്മൾ വെള്ളം സാധാരണ എവിടെ വയ്ക്കാറ്? ഗ്ലാസ്സിലല്ലേ. അപ്പോൾ അല്ലെങ്കിൽ പാത്രത്തിൽ വയ്ക്കും, ഒരു ഡിഷിൽ വയ്ക്കും അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ്റെ പേരിൽ തന്നെയുണ്ട് എന്ത്? ഹൈഡ്രജൻ. ജലം വെക്കേണ്ട ഇതെന്താണ്? ഡിഷ്. ഹെൻറി കാവൻഡിഷ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കൂടുതൽ നോട്ട്സ് കിട്ടാനായിട്ട് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ജനകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നും കൂടെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. പിന്നെ എന്താണ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ചിരിച്ച് സുഖമായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.